മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇന്നലെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അതേ മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ ഒരു ദിവസം കൂഫയിൽ എത്തിയപ്പോൾ ആ കൂഫയിലൂടെ ഒരു വാഹനപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. കാരണം അക്കാലത്ത് ഏറ്റവും വലിയ ഒരു പാട്ടുകാരനായിരുന്നു സാദാൻ എന്ന് പറയുന്ന പേരുള്ള ഒരു പാട്ടുകാരൻ. അയാൾ വരുന്നു എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരും എല്ലാ ആളുകളും അയാളെ പാട്ട് കേട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ചു. അപ്പോ ഒരു വീടിന്റെ ഉള്ളിൽ ഒരുപാട് ചെറുപ്പക്കാരൊക്കെ കള്ളുകുടിച്ച് ഇങ്ങനെ വസ്തായിരിക്കുമ്പോ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ ഇങ്ങനെ ആ വഴിയിലൂടെ കടന്നു പോകും. അപ്പൊ ആൾക്കൂട്ടം കണ്ടപ്പോ മഹാനവറുകൾ ഇവിടെ നിന്നു. ഇന്നപ്പോ സാധാന്റെ പാട്ട് കേട്ടപ്പോ മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ പറഞ്ഞു, എന്തൊരു ചേരുള്ള ശബ്ദമാണ്, എന്തൊരു ഭംഗിയുള്ള ശബ്ദമാണ്. പാട്ടുകാരനവനാണല്ലേ, പാട്ടുകാരൻ പാടിയവനങ്ങനെയാണ്. പാട്ട് പാടാത്ത ആളുകൾ പാടിയാൽ അതിന്റെ അവസാനം പറയേണ്ടി വരും, ഇത് ഞാൻ ഓതിയത് പാട്ടാകുന്നു. ഓതിയത് നമ്മളെ പോലത്തെ ആളുകളുടെ പാട്ട് പാടിയെങ്കിൽ കാസ്റ്റ് പറയണം, ഓതിയത് പാട്ടാകുന്നു. അപ്പൊ അങ്ങനെ പാട്ട് പാടുന്ന ആളുകൾ പാടിയാൽ ഭയങ്കര ചേരാണ്. ആരവർ പറഞ്ഞു, എന്തൊരു ചേരുള്ള ശബ്ദമാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇതേ ശബ്ദമെങ്കിലും ഈ സാധാരണ അള്ളാന്റെ കിതാബായ ഖുർആൻ ഓതാൻ വേണ്ടി ചെലവഴിക്കുമായിരുന്നുവെങ്കിൽ ആ ശബ്ദം പിന്നെയും എത്ര അലങ്കാരമുള്ള ശബ്ദമാവുമായിരുന്നു. പാട്ട് പാടിയതല്ലേ, അനാവശ്യമാണ്. നമ്മുടെ വിഷയമാണ്, അനാവശ്യമാണ്, ആവശ്യമില്ലാത്തതാണ്. ആവശ്യമുള്ള ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഈ ശബ്ദം സാധാരണ ചെലവഴിക്കുമായിരുന്നുവെങ്കിൽ അതെത്ര പിന്നെയും എത്ര സൗന്ദര്യമുള്ള ശബ്ദമാവുമായിരുന്നു. അപ്പൊ ഈ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ സാധാരണയോട് പറഞ്ഞതല്ലേ, വയ്യറിയിൽ ഇങ്ങനെ പോകുമ്പോ അവിടെയുള്ള ആളുകൾ തടിച്ചുകൂടിയ കാണുമ്പോ പാട്ട് കേട്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ ശബ്ദം ഉള്ളിൽ പാട്ട് പാടുന്ന സാധാരണ കേട്ടു. പണ്ടത്തെ പാട്ടല്ലേ, ഇപ്പല്ലേ മൈക്കയും ബോക്സ് എല്ലാം ഒന്നും കേൾക്കാത്ത. പണ്ടിങ്ങനെ വായു പാടുന്നല്ലേ, പണ്ടത്തെ പാട്ടല്ല അങ്ങനല്ലേ. മഹത്തിന്റെ ആളുകൾ അപായസുള്ള ആളുകളെല്ലാം വന്നിട്ട് ഇങ്ങനെ കൈകൊട്ട് പാട്ടെല്ലാം പാടുമ്പോ അതിനായിട്ട് പല ആളുകൾ മുഗരാൻ എന്ന് പറഞ്ഞവർ പറയാം അല്ലെ, പാട്ടുകാരെ കൊണ്ട് തുടങ്ങിയ നാട്, കളിക്കാരെ കൊണ്ട് തുടങ്ങിയ നാടാണ്, പൊതുവെ പേരുള്ളവരാണ്. അപ്പോ സാധാരണ ഇത് ശ്രദ്ധിച്ചു, പുറത്തു ഒരാളെന്തോ പറയുന്നത്. അങ്ങനെ സാധാരണ പാട്ട് നിർത്തി പുറത്തു വന്നു. അപ്പോ മാനവകൾ പോയി. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ ഇത് പറഞ്ഞ് മാനവകളുടെ മുമ്പിലേക്ക് പോയി. സാധാരണ ചോദിച്ചു, അല്ല ഇവിടെ ഒരാൾ നേരത്തെ എന്തോ പറഞ്ഞു കേട്ടിട്ട് ആരാണെന്ന് ചോദിച്ചു. സാധാരണ പരിചയമില്ല. അപ്പൊ ആളുകൾ പറഞ്ഞപ്പോ പരിചയപ്പെടുത്തി കൊടുത്തു. അയാളെ ഞങ്ങൾക്ക് അറിയില്ലേ, അയാൾ ആരാണ്? അയാൾ ഖാദിമു നഅ്ലി റസൂലില്ലാഹ്, ഖാദിമു സിവാക്കി റസൂലില്ലാഹ്, ഖാദിമു വിസാലത്തി റസൂലില്ലാഹ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങളുടെ പേരാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ചെരുപ്പിന്റെ ഖാദിമാണ്. റസൂൽ അയാളെ പോകുന്നുണ്ടെങ്കിലും ആ ചെരുപ്പ് കഴുകാനും വൃത്തിയാക്കാനും വെച്ചു കൊടുക്കാനും പിന്നെ ഊരി വെച്ചാൽ അതിനെ പിന്നെ പിടിച്ചു വെക്കാനും അതിലുള്ള ഒരാളായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ. അതിന്റെ ഖാദിമു സിവാക്കി റസൂലില്ലാഹ്. എവിടെയാളെ പോകുമ്പോ റസൂലുള്ളാഹിന്റെ അറാക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന ആളാണ്. പലരേക്കാനുള്ള അറാക്ക് അതിന്റെ ഖാദിമാണ്. ഖാദിമു വിസാലത്തി റസൂലില്ലാഹ്. റസൂൽ ഏതെങ്കിലും തോട്ടത്തിൽ പോകുമ്പോ ഇന്നത്തെ പോലെ പണ്ട് ഇന്ന് വേണ്ട ഇഷ്ടം പോലെ ചാരികാസാലുണ്ട്, സോഫ സെറ്റ് ഉണ്ട്, ഏടെ വേണമെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. മണ്ണാന റസൂലുള്ളാഹി എവിടെ പോയാൽ നിലത്തിലിരിക്കല, ഭൂമിയിലിരിക്കല.
എവിടെയെങ്കിലും മരണ്ടെങ്കിൽ ചാരിട്ടിരിക്കുമ്പോ ആ ചാരുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് ഒരു തലങ്ങാനി, എപ്പോഴും തലക്കാനി മഹാനമായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അവരുടെ കയ്യിലുണ്ടാവും. എന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ അത് ചാരി റസൂലുള്ളാഹിന്റെ ഇടയിൽ വെച്ചു കൊടുക്കുക. അപ്പൊ പേര് കിട്ടി, ഖാദിമു വിസാദത്തി റസൂലില്ല, റസൂലുള്ളാഹിന്റെ തലക്കാനിയുടെ ഖാദിമാണ്. അപ്പൊ അത്രയും വലിയ മഹാൻ. എന്താ അയാൾ പറഞ്ഞത്? അല്ല, സാധാരണ നിന്റെ ശബ്ദം ഭയങ്കര അലങ്കാരമുള്ള ശബ്ദം, ആ ശബ്ദമെങ്കിലും അള്ളാഹിന്റെ കിതാബായ ഖുർആൻ ഓതാൻ വേണ്ടി നീ ചെലവഴിക്കുമായിരുന്നുവെങ്കിൽ അതെത്ര നല്ല ഒരു ആവുമായിരുന്നു എന്നാണ് മഹാനവറുകൾ പറഞ്ഞെന്ന് പറയുമ്പോ സാധാരണ ഭയങ്കരം ആ വാക്ക്, ആ ഉപദേശം മനസ്സിൽ പിടിച്ചുകൊണ്ടാണ്. പിന്നെ ഖുർആനിന്റെ വഴി സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ പരിശ്രമിച്ചുകൊണ്ടാണ്. ഖുർആനല്ലേ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ ഇമാമുൽ ഹറമൈൻ, മക്കയുടെയും മദീനയുടെയും പള്ളിയുടെയും ഇമാമിയങ്ങൾ, അവരിങ്ങനെ ഖുർആൻ ഓതാന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അതെന്തൊരു സൗന്ദര്യമാണ്. എത്ര ആളുകളാണ് പാട്ട് കേട്ടതിനേക്കാൾ കൂടുതലായി സുലൈസ് അടക്കമുള്ള ആ ഇമാമിങ്ങളുടെ ഓത്ത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ 2 മണിക്കൂർ റമദാനിന്റെ രാത്രിയായാലും, അതെ, പലരും റമദാനിന്റെ മുന്നേ ദിവസങ്ങളിൽ അവിടെ ആ പരിശുദ്ധമായ ഓത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗ്യം കിട്ടിയ ആളുകളാണ്. നമ്മളെ പോലെ 1/2 മണിക്കൂർ കൊണ്ട് 3/4 മണിക്കൂർ കൊണ്ട് തീർന്ന തറാവിയോ അല്ലെങ്കിൽ ഖിയാമുല്ലൈലൊന്നും അല്ല. 2 മണിക്കൂർ, 27 രാത്രിയായാലും 2-3 മണിക്കൂർ നീണ്ട ഒറ്റ ചെറുപ്പക്കാർ. എന്തൊരു ക്ഷീണിക ആനന്ദ ആ ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തൊരു പാങ്ങാണ്, എന്തൊരു ശബ്ദമാണ്, എന്തൊരു ഹരാണ്. സുബ്ഹാനല്ലാഹ്, അത് കേട്ടിട്ട് കരയുന്ന ചെറുപ്പക്കാരത്ര, അത് കേട്ടിട്ട് ഖുർആനിന്റെ ശൈലി പഠിക്കുന്ന ആളുകൾ എത്രയാണ്, അത് കേട്ട് ഖുർആൻ ഓതാൻ പഠിക്കുന്ന ആളുകൾ എത്രയാണ്. അത് കേട്ടിട്ട് ആളുടെ മാത്രം കേൾക്കൽ മാത്രമല്ല, പിന്നെ വന്നിട്ട് വാഹനത്തിൽ പോകുമ്പോ, കാലിന് പോകുമ്പോ അവിടെ ആ ഓട്ട് പിന്നെ വെച്ചിട്ട് അതിങ്ങനെ കേട്ടിട്ട് ആസ്വദിച്ചു പോകുന്ന ആളുകൾ. കാരണം ഖുർആൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിന്റെ ആ പാട്ടൊന്നുമല്ല ഖുർആൻ എന്ന് പറഞ്ഞാൽ. അത് കേട്ടാൽ മനസ്സിൽ ഖുർആനിനെ സ്നേഹിച്ച ആളുകളാണെങ്കിൽ, ഖുർആനിനെ ആദരിക്കുന്ന ആളുകളാണെങ്കിൽ ആ ശബ്ദത്തിന്റെ വലിയ മാധുര്യമുണ്ട്, സന്തോഷമുണ്ട്. ആ ശബ്ദം ഭയങ്കര അസലായ ശബ്ദമാണ്, പാട്ട് പോലൊന്നുമല്ല. പാട്ട് കേട്ടാൽ അത് ലുക്മാനിലൊക്കെ പറഞ്ഞെന്താ, പാട്ട് കേട്ടാൽ നിങ്ങളെ കൽക്ക് ചത്തുപോകുന്നു, ഖബറിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധം ഉണ്ടാവൂല, 4 വർഷത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധം ഉണ്ടാവൂല. അതുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, പാട്ട് കേൾക്കുന്ന പാട്ട് പാടുന്ന ആളുകളുടെ അടുത്ത് ഇരിക്കാൻ പാടില്ല. പാട്ടുന്ന പറയാനല്ലേ, പാടുന്നവന് ദുനിയാവിന്റെ സന്തോഷമാണ്, അഥവാ അതിങ്ങനെ ഇപ്പോ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞ അങ്ങനെയാണ്. പാട്ട് പാടുന്നവരെ കൊണ്ട് നിറഞ്ഞ കാലം. എത്രയോ ആളുകളുടെ അവർക്ക് അത് കേൾക്കാൻ എത്ര മണിക്കൂറും കേൾക്കും. കല്യാണത്തിന്റെ സദസ്സും തൊട്ടിൽ കെട്ടുന്ന സദസ്സും കട്ടിൽ കെട്ടുന്ന സദസ്സും എല്ലാം പാട്ടുകൊണ്ട് നിറഞ്ഞു പോയ സദസ്സാണ്. ഇടയ്ക്ക് നമ്മള് റസാൻ സാഹിബിന്റെ ജ്യേഷ്ഠൻ അനിയന്റെ മോളെ വന്നു. സുബ്ഹാനല്ലാഹ്, ഭയങ്കര സന്തോഷം. റമദാന്റെ മുമ്പാണ് ഇക്കാലം കഴിഞ്ഞ പാട് സദസ്സിലുള്ള ആളുകളെല്ലാം ഒന്നടങ്കം ഇങ്ങനെ അടിച്ചു നിന്നിട്ട് റസൂലുള്ളാഹിന്റെ ഒരു മതി ഇങ്ങനെ പാടും. നമ്മൾ എത്രയോ ദിവസം കല്യാണം നടക്കുന്നത് ഏടെന്താ കല്യാണത്തിന്റെ നിക്കാഹിന്റെ ആ തങ്ങളെ അല്ലെങ്കിൽ ഉസ്താന്റെ ദുആ തീരാനൊന്നും ശ്രദ്ധില്ല. അപ്പൊ തുടങ്ങി ടെസ്റ്റിങ്ങും മുട്ടിങ്ങും പാട്ടിങ്ങും ഒക്കെ. നല്ല ആളുകൾ പോയാലും സദസ്സിൽ പോയാൽ കുടുങ്ങി പോവാണ്, കേൾക്കാൻ നിർവാഹില്ല. കാരണം പോകുമ്പോ പത്യം കൊണ്ടൊന്നുമില്ല, ചെവി തുറന്നു വെച്ചിട്ട് പോകാനാണ്. ഈ നല്ല സദസ്സ് തീരുന്നതിന് മുമ്പ് അതിനെ അലങ്കോലപ്പെടുത്തുന്ന, അതിന്റെ വർക്കത്തെ നഷ്ടപ്പെടുത്തുന്ന പരിപാടികൾ അതൊന്നുമില്ല, മൈക്കൊന്നുമില്ല. നിക്കാതെ കഴിഞ്ഞ് എല്ലാവരും ചെയ്യും, ഞമ്മളും ചെയ്യും. ഞമ്മളുടെ സദസ്സിൽ നല്ലൊരു പാട്ട് സക്കീർച്ച വന്നിട്ട് പിന്നെ പറഞ്ഞു, കണ്ട നമ്മുടെ മംഗളത്തിന്റെ സദസ്സ് കണ്ട അനബികളെ ഇത് കുറിച്ച് പറയാം. സദസ്സ് കണ്ട എന്തൊരു വാക്കാണ്, അതിന് സന്തോഷമാണ്, ഒരു വർക്കത്താണ്. എല്ലാവരും സദസ്സിലൂടെ പാടുന്ന കേൾക്കുമ്പോ മുമ്പുള്ള ആളുകളെല്ലാം എന്നിട്ട് മറുപടി പറഞ്ഞ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഒരു 10 ആളുകൾ ആ സ്വലാത്ത്
സ്വലാത്ത് ഒരു 10 പ്രാവശ്യം ചൊല്ലിയാൽ കല്യാണം സംഘടിപ്പിച്ച ആ പോരന്റെ ഉടമക്ക് വലിയ വർക്കത്തല്ലേ. ആ കല്യാണത്തിന്റെ ആ ജീവിതത്തിലേക്ക് കടക്കുന്ന ഭാര്യ ഭർത്താക്കളുടെ ജീവിതത്തിൽ വർക്കത്താണ്. അതാ പറഞ്ഞത്. അനാവശ്യങ്ങൾ മുഴുവനും മാറ്റിവെച്ച് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥമായ ഒരു മുഅ്മിൻ എന്ന് പറയാൻ നമുക്ക് അവകാശമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവ് പോക്കാവുന്നു. ദുനിയാവ് പോക്കായാൽ ആഖിറവും നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. അല്ലാഹു നമുക്ക് ആ രൂപത്തിൽ ചിന്തിച്ച് നമ്മുടെ സമയങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി ചെലവഴിക്കാൻ, ഖുർആൻ ഓതാൻ, ഖുർആൻ കേൾക്കാൻ, ഖുർആൻ പഠിക്കാൻ, നല്ലത് മനസ്സിലാക്കാൻ, നല്ലത് പഠിക്കാൻ, അതിനു വേണ്ടി ചെലവഴിക്കാനുള്ള തൗഫീഖ് പടച്ചോനെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നമ്മുടെ സമുദായത്തിന് നീ നൽകണേ റഹ്മാൻ. അല്ലാഹുവേ പടച്ചോനെ, ലോകത്തിന്റെ പലയിടങ്ങളിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പല വിപത്തുകളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ, ബോധമില്ലാതെ തന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എല്ലാവരെ കൊണ്ടും അനാവശ്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമുദായത്തിൽ നീ മാറ്റിത്തരണേ അല്ലാഹ്, മാറ്റിത്തരണേ അല്ലാഹ്. എല്ലാവർക്കും പടച്ചവനെ നല്ല ബോധം നീ നൽകണേ റഹ്മാനെ. മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കാനും അത് അനുസരിച്ച് ജീവിക്കാനുമുള്ള എല്ലാ രൂപത്തിലുള്ള സഹായം നീ ചെയ്തു തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളുമാണ് വരാൻ എല്ലാവരുടെയും എല്ലാ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ബേജാറുകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, വൈശാരികമായ ബുദ്ധിമുട്ട് കൊണ്ട് ബേജാറായി എത്രയോ ചെറുപ്പക്കാർ, യുവതികളും മക്കളും ആയുള്ള ആളുകളുടെ പടച്ചോനെ എല്ലാ ശൈത്വാനിയത്തും നീ ബാത്തിലാക്കണേ അല്ലാഹ്. സിഹ്റ് ബാത്തിലാക്കല്ലോ, കണ്ണീർ ബാത്തിലാക്കണേ അല്ലാഹ്. പ്രവാസികളായി അധ്വാനിക്കുന്ന നമ്മുടെ ഒരുപാട് കുടുംബങ്ങളുണ്ട്, വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ്സുകൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പെടുന്നവരെയുള്ള മരണങ്ങളിൽ നിന്നിട്ട് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഈ പുതിയ ഒരു വർഷം കടന്നു വന്നതിന് ശേഷം എത്ര ആളുകൾ മരിച്ചുപോയി അല്ലാഹ്, എത്ര ചെറുപ്പക്കാർ, എത്ര യുവതികൾ. അല്ലാഹുവേ, 2 ദിവസം മുമ്പ് ഇവിടെ കർണാടകയുടെ വിസിറോഡ് ഭാഗത്ത് അല്ലാഹുവേ ശനിയാഴ്ച കല്യാണം കഴിയേണ്ട ഒരു സഹോദരിയാണ്. അല്ലാഹുവേ, പെട്ടെന്നായി കുളിക്കുന്നതിന്റെ ഇടയിൽ ഗീസറിന്റെ ഗ്യാസിന്റെ എന്തോ പ്രശ്നം കൊണ്ട് അല്ലാഹുവേ മരിച്ചുപോയി. പടച്ചോനെ, ഇന്നലെ റഫീഖ് എന്ന് പറയുന്ന ഒരു സ്വന്തജമാഅത്തിന്റെ ചെറുപ്പക്കാരൻ പറങ്കിവേട്ടയിൽ പെട്ടെന്നായി അറ്റക്കായി മരിച്ചുപോയി. ചെറിയ പ്രായക്കാർ. അല്ലാഹ് പടച്ചോനെ, അവർക്കെല്ലാം ശുഹദാഇന്റെ ദറജ നൽകണേ അല്ലാഹ്, ശുഹദാഇന്റെ ദറജ നൽകണേ റബ്ബേ. അതുപോലെയുള്ള പെടുന്നവരെയുള്ള മരണങ്ങളിൽ നിന്നിട്ട് സാധുക്കളായ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെയും നീ സലാമത്താക്കണേ അല്ലാഹ്. മരിച്ചുപോയ ആളുകളുടെ ഖബർ നീ സ്വർഗമാക്കണേ റഹ്മാൻ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير. صلى